ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഒന്നുമില്ല കേട്ടോ. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം കേട്ടോ. അതാണ് നമ്മുടെ ലക്ഷ്യം ഇന്നത്തെ. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ പറ്റും. നമ്മുടെ കയ്യിൽ തുള്ളി ക്യാഷ് ഇല്ല. നമ്മളെ കയ്യിൽ ആകെ ഇപ്പോൾ ഈ ഒരു വണ്ടി മാത്രമേ അവശേഷിപ്പിക്കുന്നുള്ളൂ കേട്ടോ. വേറൊരു വണ്ടി നമ്മുടെ കയ്യിലില്ല. നമുക്ക് പിന്നെ ഈ വണ്ടി കിട്ടിയാൽ തന്നെ ഭയങ്കര ഒരു വലിയ ഭാഗ്യം കേട്ടോ. നമുക്ക് എന്തായാലും വേഗം പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ക്യാഷ് സംഘടിപ്പിക്കണം. നമുക്ക് ക്യാഷ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്, അത് വേറെ കാര്യം. എന്തായാലും നമുക്ക് വേഗം എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാം. ഗൈസ്, ഒരു മിനിറ്റ്, ഇത് ഏതൊരു വീട്? ഈ വീട് നമ്മളിവിടെ കുറേ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ആരോ വന്നു തോന്നണം. കുറേ വണ്ടികളൊക്കെ. ഇത് എന്നെ കണ്ടിട്ട് തുറന്നതല്ല ഗൈസ്. ആരടാ നീ എവിടെ നിന്നാടാ കയറി വന്നേ മരഭൂതമേ? അതിപ്പോൾ താനെന്തിനാ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്? കണ്ട അണ്ടനും അടകോടനും കയറി നടക്കാനുള്ളതല്ലേ ഈ സ്ഥലം. അത് മോനെ, ഒരു കാര്യം പറയണ്ടേ, ഞാനൊരു ബിസിനസ്മാനാണ്. എന്താ പറയൂ, ഞാൻ പറഞ്ഞുതരാം. ഒന്നും കിട്ടുവാ മോനെ. അയ്യോ ഇവിടെ താൻ എന്തുവാടേ കാണിക്കണേ? മോനെ, മര്യാദക്ക് വണ്ടി കയറിക്കുക, അല്ലെങ്കിൽ പിടിച്ച. അല്ല പിന്നെ ഗൈസ്, ബോധം കിട്ടിയിട്ടുണ്ട്. നമ്മളാ ചെറുക്കൻ ഈ വണ്ടി കയറ്റി ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും കെട്ടിട്ടിരിക്കുക കേട്ടോ. അവനെന്തായാലും അനങ്ങാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് ഇവനെ കൊണ്ടുവരും. നമ്മളെ ഒരു ഒളിത്താവളമൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഈ താവളത്തിൽ കൊണ്ടുപോയി അവനെ കെട്ടിയിടാം കേട്ടോ ഗൈസ്. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡിൽ വേണേൽ പുതച്ച് മൂടാട്ടോ ഗൈസ്. ആരും കാണരുത്. ബെഡ് കാലിയായ പോലെ ഉണ്ട് ഇപ്പോൾ ഗൈസ്. നമ്മളെന്തായാലും ബെഡൊക്കെ കാലിയായ പോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ അതിൻ്റെ ഉള്ളിലിട്ട് പുതച്ച് മൂടി വെച്ചിരിക്കുകയാണ്. ഇനി അവൻ്റെ ഡാഡീനെ വിളിക്കണം. നമുക്ക് എന്തായാലും അവൻ്റെ ഡാഡീനെ വിളിച്ചേ പറ്റൂ. ഗൈസ്, പറ്റിയ സമയമായിട്ടുണ്ട്, രാത്രി ആയിട്ടുണ്ട്. ഇനി വിളിക്കാം ഗൈസ്. ഹലോ, ആരാണ്? ബിസിനസ്മാൻ പീറ്റർ സ്പീക്കിംഗ്. എടോ, ഞാനൊരു ലൊക്കേഷൻ അയക്കാം. തൻ്റെ മകനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളോ? ഞാൻ. വേഗം വന്നാൽ കിട്ടും അവനെ. ഓക്കെ ഗൈസ്. എന്തായാലും അപ്പോൾ അയാൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അയാൾ വരുമെന്ന് തോന്നുന്നു. എന്തായാലും അവനെ കൊണ്ടുപോകും മാത്രമല്ല നമുക്ക് ക്യാഷും കിട്ടുമല്ലോ. ഇതൊരു ഭയങ്കര ബിസിനസ്മാൻ്റെ മകനാട്ടോ. വന്നോടോ താൻ? വന്നു. തനിക്ക് എത്ര ക്യാഷ് വേണമെന്നോ പറഞ്ഞു തന്നെ. ഞാൻ കുറേ ക്യാഷ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 10 crore മതി. 10 കോടിയോ? തനിക്കെത്ര വലിയ എമൗണ്ടാണത്? അതല്ല, ചെറിയ എമൗണ്ടാണ്. ഇത്ര ചെറിയ എമൗണ്ട് താൻ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ 10 കൂടി തരാം. ഗൈസ്, ഇയാൾ ഭയങ്കര പൈസക്കാരനല്ലേ. ഇയാളെ വിചാരത്തൊക്കെ ഒരു ചെറിയ പൈസയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പൈസ തന്നെയാണ് ഗൈസ്. എന്തായാലും തനിക്ക് മകനെ തരാം. താൻ ക്യാഷ് താ. ഓക്കെ, ഞാൻ ക്യാഷ് തരാം. മകനെ വിട്ട് തരുന്ന ഉറപ്പല്ലേ? ഉറപ്പാണ്. ഞാൻ എന്തായാലും ക്യാഷ് എടുത്തിട്ട് വരാം. എൻ്റെ മകനൊന്നും ചെയ്യല്ലേ? ചെയ്യില്ല. പൈസ ഞാൻ തന്നിട്ടുണ്ട്. എണ്ണൊക്കെ കറക്റ്റാ. ഗൈസ്, നമുക്ക് 10 കോടി കിട്ടിയിട്ടുണ്ട്. മകനെ വേണ്ടേ? വേണം. വേഗം വാ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി ഒരു മകനെടുക്കാം. പിന്നെ ഞാൻ എടുത്തരടാ. ഇങ്ങോട്ട് വാ, ഞാൻ നിനക്ക് തരടാ മോനെ. അയ്യോ, ഇനി രക്ഷിക്കണേ നാട്ടുകാരെ. അല്ല പിന്നെ അവൻ്റെ ഡാഡീനെ ഇവിടെ നമ്മൾ വീട്ടിട്ടുണ്ട് ഗൈസ്. അയാൾ പിന്നെ എപ്പോഴേലും എണീച്ച് പോയിക്കോളും. അവനെന്തായാലും നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് അവനെ രാവിലെ ആകുമ്പോൾ തനിയെ കൊണ്ടുപോയി ഇറക്കാം ഗൈസ് വീട്ടിൽ. ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. എന്തായാലും എൻ്റെ അമ്മച്ചി ഗൈസ് വീണിട്ടുണ്ട്. നോ പ്രോബ്ലം. നമ്മളിവന് ഡ്രസ്സൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എടാ, നിനക്ക് നിൻ്റെ വീട്ടിൽ പോകണ്ടേ? അയ്യോ, എന്നെ എങ്ങനെയും വീട്ടിലെത്തിച്ചെന്നാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, നിന്നെ വീട്ടിലെത്തിക്കാൻ തന്നെ പോകുന്നത്. ശരിക്കും? പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാന്ന് വിചാരിക്കണ്ട. ഞാനായിട്ടാക്കി തരും കേട്ടോ. അയ്യോ, ഇത് എൻ്റെ അപ്പൻ്റെ വണ്ടിയാണല്ലോ. നിൻ്റെ അപ്പൻ്റെ വണ്ടി തന്നെ. എൻ്റെ അപ്പൻ നല്ല വന്നപ്പോൾ അപ്പനെ അടിച്ചിട്ട് ഞാൻ. അയ്യോ ചേട്ടാ, അപ്പൻ എന്തെങ്കിലും പറ്റിയോ? അപ്പനൊന്നും പറ്റിയിട്ടാ. നീന് ചിലച്ചാണ്ടല്ലോ, നിൻ്റെ സുനാമി ഞാൻ അടിച്ചു പൊട്ടിക്കും. അയ്യോ ചേട്ടാ, അത് മാത്രം ചെയ്യല്ലേ. എനിക്ക് മൂത്രമൊക്കെയുള്ളത് തന്നെയും. വേണ്ട, നിർത്തിടാ നീ. ചേട്ടാ, വീട്ടിലേക്ക് ആക്കി തരുന്നില്ലേ? എന്തായാലും നീ ഇതിൽ കയറ്. ചേട്ടാ എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാവുന്നു. പപ്പക്കൊന്നും പറ്റിയില്ലല്ലോ. എടാ, നിൻ്റെ അപ്പനൊന്നും പറ്റിയിട്ടില്ല. നീ ഒന്നും മിണ്ടായിരിക്കടാ. ഓക്കെ. ഗൈസ്, എൻ്റെ വീടെത്തിയല്ലോ. ചേട്ടാ, നന്ദിയുണ്ട്. നന്ദി. നീ എന്തായാലും ഇവിടെ ഇറങ്ങിക്കോ. എന്നാൽ ശരി. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ പോട്ടെ. എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ നീ എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയാ. എന്നാൽ ശരി. അല്ല, ഇത് എൻ്റെ സുപ്ര
അത് അച്ഛനോട് വേറെ ഒന്ന് മേടിക്കാൻ പറഞ്ഞേര്. അയ്യോ ചേട്ടൻ എൻ്റെ സുപ്ര മാരിക്കിടാൻ അങ്ങോട്ട്. അല്ല പിന്നെ ഗൈസ് നൈസിൽ നമ്മൾ അവൻ്റെ സുപ്രയും കൂടെ ഒന്ന് അടിച്ചു പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണ്ടല്ലേ. ഈ സുപ്രയും കൂടെ അങ്ങ് എടുത്ത് കളയാന്ന് വിചാരിച്ചു. നോ പ്രോബ്ലം, അടിപൊളി കണ്ടേനെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നോ അതർ പ്രോബ്ലം ഗൈസ്. കുറച്ചൊന്ന് സമാധാനം കിട്ടുന്നുണ്ട്. കാരണം ഇന്നലെയൊക്കെ ഫുൾ കൊതുകടി കൊണ്ട് അവിടെ കിടക്കുന്നത്. ഗൈസ് രാത്രി ആയിട്ടുണ്ട് ഫൈനലി. നമുക്കൊന്ന് കിടന്നുറങ്ങാം, സ്വസ്ഥതായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഗൈസ് ഇതാണ് അവൻ്റെ വീട് ഗൈസ്, ആ മാംഗ്ലിൻ്റെ. അല്ല ഗൈസ് മാംഗ്ലിൻ എന്നായിരുന്നില്ല, എന്തൊരു ഫ്രാങ്ക്ലിൻ ആയിരുന്നു അവൻ്റെ പേര്. നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം. ഇന്ന് അവന് ഞാൻ ഒരു വെടിക്കെട്ട് സാമ്പിൾ കൊടുക്കാൻ പോവാണ് ഗൈസ്. അവനിന്നും മരിക്കും. അവനവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മളിന്ന് അവന് പണിയാൻ പോകട്ടോ. അവനിട്ട് നമ്മളിന്ന് പണിയും. എവിടെ എൻ്റെ RPG ഗൈസ്? നമുക്ക് അവൻ്റെ ബെഡിലേക്ക് 2-3 വിടാം. ഇന്നിവൻ ജീവിച്ചിരിക്കില്ല, എനിക്ക് ഉറപ്പാ ഗൈസ്. അയ്യോ ഗൈസ് ഞാൻ ചത്തേ. ഗൈസ് അവന് അവിടെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നേ. നമുക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. വേഗം പോവാ. പപ്പ എന്നെ കാത്തിരിക്കണ്ടാവും. ഞാൻ പപ്പേനോട് പറഞ്ഞിട്ട് തന്നെ കേട്ടോ വന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചാൽ ഗൈസ്. കണ്ടോ ഗൈസ്, ഞാനിപ്പോൾ നന്നായിട്ട് ചാടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? കമൻറ്റ് ബിലോ ഗൈസ്. നമ്മൾ ഈ ഒരു റാമ്പ് ചാടിച്ചത് അടിപൊളിയാണെങ്കിൽ സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ചാനൽ സബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാം. പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.